ആക്ഷേപങ്ങളിൽ മനം മടുത്ത് ഇട്ടെറിഞ്ഞു പോയിരുന്നുവെങ്കിൽ, ആക്രമണങ്ങളിൽ ഭയന്ന് പിന്മാറിയിരുന്നുവെങ്കിൽ, ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടിടിച്ചു വീണിരുന്നുവെങ്കിൽ, ട്രോളുകൾ കണ്ട് വേദനിച്ചിരുന്നുവെങ്കിൽ, പരിഹാസങ്ങളുടെ കൂരമ്പുകളേറ്റ് ഉള്ളകം ഉലഞ്ഞു പോയിരുന്നുവെങ്കിൽ, പർവ്വത സമാനമായ ഹിമ്മത്ത് കൊണ്ട് ഒരു ധർമ്മസംഘത്തിന് ചിറക് വിരിച്ച് തണലേകിയില്ലായിരുന്നുവെങ്കിൽ, ആരോരുമില്ലാത്ത അനാഥകളുടെ കൈപിടിച്ച് കൂടെ നടന്നില്ലായിരുന്നുവെങ്കിൽ, പരിഹാസത്തിനും കൂക്കുവിളികൾക്കും പകരം ചോദിക്കാൻ പിന്നാലെ പോയിരുന്നുവെങ്കിൽ കാന്തപുരമല്ലാതാകുമായിരുന്നു. മർക്കസ് നിന്നിടത്ത് ഇന്ന് തെങ്ങിൻ തോപ്പുകൾ പച്ചപിടിച്ച് നിൽക്കുമായിരുന്നു. അനാഥത്വത്തിന്റെ വെയിലേറ്റ് ആയിരങ്ങൾ വാടുമായിരുന്നു. ആശയറ്റ വിധവകളുടെ കണ്ണുനീർ ഇന്നും ചാലിട്ടൊഴുകുമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വീണ്ടും നൂറ്റാണ്ടുകൾ പിന്നിലാകുമായിരുന്നു. അനേകം പെൺകുട്ടികൾ മണവാളനെ സ്വപ്നം കണ്ട് ദാരിദ്ര്യത്തിന്റെ ഉമ്മറപ്പടിയിൽ കാത്തിരിപ്പ് തുടരുമായിരുന്നു. അബുൽ ഐത്താമിനെ കാത്ത് അനാഥത്വത്തിന്റെ ഉമ്മറപ്പടിയിൽ പ്രതീക്ഷകളോടെ കണ്ണും നട്ടിരുന്ന ആയിരക്കണക്കിന് ഉമ്മമാരുടെ കണ്ണുനീർ ഇന്നും തോരാതെ പെയ്യുമായിരുന്നു. കാറിലും ബൈക്കിലും പോകാൻ പാടില്ലാതിരുന്ന ഉസ്താദുമാർ നിലയും വിലയുമില്ലാത്ത മൂല്യന്മാരായി പള്ളിമൂലകളിൽ ഒതുങ്ങുമായിരുന്നു. ചരിത്രത്തിൽ കാന്തപുരത്ത് എങ്ങനെയൊക്കെ മൂടിവെക്കാൻ ശ്രമിച്ചാലും അദ്ദേഹം കേരള മുസ്ലിങ്ങൾക്കിടയിൽ സൃഷ്ടിച്ച നവോത്ഥാനത്തിന്റെ നാമ്പുകൾ തലപൊക്കിക്കൊണ്ടേയിരിക്കും. 2500-ലധികം പള്ളികൾ, 1000-ലധികം മതസ്ഥാപനങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ഹോം കെയറുകൾ, വനിതാ ശാക്തീകരണ കോളേജുകൾ, ആയിരക്കണക്കിന് സാന്ത്വന കേന്ദ്രങ്ങൾ, വിദ്യാഭ്യാസ സാംസ്കാരിക വിപ്ലവം സൃഷ്ടിച്ച ഒരു പണ്ഡിതനോട് പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന അസഹിഷ്ണുതയോട് കാലം ഒരിക്കൽ നിങ്ങളോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും. ചരിത്രം എക്കാലത്തും മനോഹരമായ ചില പകരം വീട്ടലുകളുടെ കൂടി വർത്തമാനങ്ങളാണ്. കാന്തപുരം എന്ന കോഴിക്കോട്ടെ ഗ്രാമത്തിലെ സാധാരണക്കാരനായ ഒരു മുസ്ലിയാർ ലോകരാഷ്ട്രത്തലവന്മാരുടെയും അറബ് രാജാക്കന്മാരുടെയും മുന്നിൽ വിശിഷ്ടാതിഥിയായും ഇന്ത്യൻ പ്രതിനിധിയായും വളർന്നു വന്നത് അത്ഭുതകരം തന്നെയാണ്. റിയാദിലെ തടവറകൾക്കുള്ളിൽ കാന്തപുരത്തെ അടച്ചവർ പിന്നീട് പരവതാനി വിരിച്ച് ക്ഷണിക്കുന്നതും കവിത ചൊല്ലി ക്ഷമ ചോദിക്കുന്നതിനും കാലം സാക്ഷിയാണ്, ചരിത്രം സാക്ഷിയാണ്. പക്ഷേ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്. ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണിത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ്. എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, ആക്ഷേപിക്കുന്നവർക്ക് ആക്ഷേപിക്കാം. ചെയ്തു കാണിക്കാനാണ് പ്രയാസം. മൂക്കിന് താഴെ കാന്തപുരം വളരുന്നതിന്റെ അസൂയ തീക്കട്ടയെ തുണിയിൽ പൊതിഞ്ഞു വെക്കും പോലെ അത് നിങ്ങളെ നശിപ്പിക്കുകയേ ഉള്ളൂ. പടച്ച റബ്ബിനെയല്ലാതെ മറ്റൊന്നിനെയും ഭയപ്പെടാതെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യമുള്ള ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് കാണാനുള്ള അല്പത്തരത്തെ ചരിത്രം സഹതാപം കൊണ്ട് അടയാളപ്പെടുത്തുമെന്നത് തീർച്ചയാണ്. അള്ളാഹു ആ തണൽ ദീർഘകാലം നിലനിർത്തി തരട്ടെ. ആമീൻ.